Hello, guten Tag. Ich heiße Midun. Today we are discussing the topic about accusative preposition. എന്താണ് ഒരു അക്യൂസേറ്റീവ് കേസ്? ഒരു സെന്റൻസിൽ നമ്മൾ ആ സെന്റൻസിലെ വെർബിനോട് ആര്, എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു അക്യൂസേറ്റീവ് കേസാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഷ് കൗഫെ ഐനൻ ആഫൽ, ഞാൻ എന്താണ് വാങ്ങിയത്? ഒരു ആപ്പിൾ. നമുക്ക് അവിടെ ആര് അല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന് എന്ത് വാങ്ങി? ആപ്പിൾ വാങ്ങി. അതിനൊരു ഉത്തരം നമുക്ക് അവിടെ കിട്ടി. സോ ദാറ്റ് ഇറ്റ് ഈസ് എ അക്യൂസേറ്റീവ് കേസ്. ഈ അക്യൂസേറ്റീവ് കേസിൽ നമുക്ക് 7 പ്രിപ്പോസിഷൻ വരുന്നുണ്ട്. എന്താണ് പ്രിപ്പോസിഷൻ? എ പ്രിപ്പോസിഷൻ ഈസ് എ സ്മോൾ വേർഡ് that shows the relationship between a noun or a pronoun and another word in the sentence. Okay, നമ്മൾ ഈ അക്യൂസേറ്റീവ് പ്രപ്പോസിഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞു വരുന്ന നൗൺ ഒരു അക്യൂസേറ്റീവ് നൗൺ ആയിരിക്കും. അത് ബെസ്റ്റിംബർ, ഉംബസ്റ്റിംബർ, നെഗേഷൻ, മസ്കുലറിൽ മാത്രമാണ് ചേഞ്ച് സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് ചേഞ്ച് സംഭവിക്കുന്നത്? മസ്കുലിനിൽ ബെസ്റ്റിംബറിൽ ദർ എന്നുള്ളത് ദേനാവും, ഇംബസ്റ്റിംബർ ഐനുള്ളത് ഐനനാകും, നെഗേഷൻ കൈന എന്നുള്ളത് കൈനനാകും. അതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ഓക്കെ, നമ്മൾ ഈ 7 പ്രപ്പോസിഷൻ ഒരു ഷോർട്ട് വാക്ക് വഴിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ് മീൻസ് ഗോഡ് ഫ്യൂബെ. ഗോഡ് ഫ്യൂബയിലെ ആദ്യത്തെ വാക്കാണ് ജി. ജി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഗേഗൻ. ഗേഗൻ എന്നുള്ള വാക്കിന് മീനിങ് എന്താണ്? എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ടുവേർഡ്സ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇഷ് പീലെ ഗേഗൻ ദെൻ ലേറർ. അവിടെ ആ വാക്ക് ശ്രദ്ധിക്കണം. അക്യൂസേറ്റീവ് പ്രപ്പോസിഷൻ വന്നു ഗേഗൻ. ഗേഗൻ കഴിഞ്ഞിട്ട് വന്നത് അക്യൂസേറ്റീവ് നൗൺ ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ദർ ലേറർ എന്നുള്ളത് ദേൻ ലേറർ ആക്കി. ഓക്കെ, അതിന്റെ മീനിങ് ആണ് ഞാൻ ടീച്ചർക്ക് എതിരായിട്ട് കളിച്ചു. അതിനെയാണ് നമ്മൾ അക്യൂസേറ്റീവ് പ്രപ്പോസിഷനിൽ ഗേഗൻ എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ആണ് ഓനെ. ഓനെ എന്നുള്ള വാക്കിന് മീനിങ് ആണ് വിത്തൗട്ട്. വിത്തൗട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഷ് ഗേഹെ ഓനെ മൈനൻ ഫ്രോയിൻ, ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൂടാണ്ട് പോയി. ഗേഹെ ടു ഗോ. അടുത്തത് ഗോഡ് ഫ്യൂബയിൽ ഒരു വാക്കാണ് ഡി. ഡി എന്ന വാക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ദൂർഷ്. ദൂർഷ് എന്നുള്ള വാക്കിന്റെ മീനിങ് ആണ് ത്രൂ ബൈ. ഈഷ് ഗേഹെ ഡൂർഷ് ദേൻ പാർക്ക്, ഞങ്ങൾ പാർക്കിലൂടെ പോയി. ഓക്കെ, പാർക്കിലൂടെ പോയി എന്നുള്ള അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഡുർഷ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പാർക്കിന്റെ ആർട്ടിക്കിൾ എന്താണ്? ദർ പാർക്ക്. ഇവിടെ ഡുർഷ് വന്നുകൊണ്ട് അക്യൂസേറ്റീവ് നമ്മൾ എഴുതണം. അപ്പോൾ എന്തെഴുതും? ദേൻ പാർക്ക്. ഓക്കെ, അടുത്ത ഗോഡ് ഫ്യൂബയിലെ വാക്കാണ് എഫ്. എഫ് നമ്മൾ നോർമലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന പോലെ തന്നെ ഫ്യോർ. ഫ്യോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷിലെ സെയിം മീനിങ്, ഫോർ തന്നെ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇഷ് കൗഫെ ഐനൻ ബുക്ക് ഫ്യോർ ദീഷ്, ഞാൻ നിനക്ക് വേണ്ടി ഒരു ബുക്ക് വാങ്ങി. ഫ്യോർ ദീഷ്. ദു ദിഷായി അക്യൂസേറ്റീവിൽ വന്നപ്പോൾ ഫ്യോർ പ്രപ്പോസിഷൻ വന്നുകൊണ്ട് അടുത്തത് അക്യൂസേറ്റീവ്. ഓക്കെ, അടുത്തതാണ് ഉം. ഉം എന്നുള്ള വാക്കിന്റെ മീനിങ് ആണ് അറ്റ്. Wir gehen den See, ഞങ്ങൾ ഗേഹൻ ടു ഗോ ഇൻ den See. ഓക്കെ, ആ den See ദർ സി ആണ്. ഉമ്മ വന്നുകൊണ്ട് അക്യൂസേറ്റീവ് പ്രിപ്പോസിഷൻ. അക്യൂസേറ്റീവ് പ്രിപ്പോസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്യൂസേറ്റീവ് പ്രിപ്പോസിഷൻ വന്നുകൊണ്ട് അടുത്തത് അക്യൂസേറ്റീവ് നൗണായി. ഓക്കെ, അടുത്തത് ഗോഡ് ഫ്യൂബയിലെ സെക്കൻഡ് ലാസ്റ്റ് വേർഡാണ് ബി. ബേ. ബീസ്. അതിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ബി എന്നുള്ളത് ബിസ്.
ബിസ് എന്നുള്ള വാക്കിന് ഒരു 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന് ടു, ബൈ, അപ് ടു, അണ്ടിൽ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇഷ് ആർബൈറ്റെ ബിസ് മോർഗൻ. ഞാൻ തിങ്കളാഴ്ച വരെ വർക്ക് ചെയ്തു. അണ്ടിൽ ഓർ അപ് ടു. ഇഷ് ആർബൈറ്റെ അപ് ടു മോർഗൻ. ഓക്കെ, ബിസ് വന്നു. അടുത്തത് ആ മോർഗൻ അക്യൂസേറ്റീവ് ആണ്. അടുത്തതാണ് ലാസ്റ്റ് വേർഡ് ഗോഡ് ഫ്യൂബേ. മീൻസ് അക്യൂസേറ്റീവ് പ്രിപ്പോസിഷനിലെ ലാസ്റ്റ് വേർഡ് എൻലാങ്. ഈ എൻലാങ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സെന്റൻസിന്റെ ലാസ്റ്റ് ആണ് എൻലാങ് ചേർക്കുന്നത്. അതിന് മുമ്പായിരിക്കും നമ്മൾ ഈ അക്യൂസേറ്റീവ് നൗൺ യൂസ് ചെയ്യുന്നത്. ബാക്കി 6 നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അക്യൂസേറ്റീവ് പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കേസ് ഡിഫറെൻ്റ് ആണ്. ആദ്യമാണ് നമ്മൾ അക്യൂസേറ്റീവ് നൗൺ ഇട്ടിട്ട് ലാസ്റ്റ് ആണ് സെന്റൻസിന്റെ അക്യൂസേറ്റീവ് പ്രിപ്പോസിഷൻ എഴുതുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. വിയർ ഗേഹൻ ദേൻ ഫ്ലൂസ് എൻ ലാങ്. ആദ്യം അപ്പം എന്താ വന്നത്? ദേൻ ഫ്ലൂസ്. നമ്മൾ നേരത്തെ പഠിച്ച റൂൾ അനുസരിച്ചാണെങ്കിൽ വിയർ ഗേഹൻ എൻ ലാങ് ദേൻ ഫ്ലൂസ്. അങ്ങനെയല്ല വരുന്നത്. വിയർ ഗേഹൻ ദേൻ ഫ്ലൂസ് എൻ ലാങ്. ഓക്കെ, ഇത്രയാണ് അക്യൂസേറ്റീവ് പ്രിപ്പോസിഷൻ. ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. എത്ര അക്യൂസേറ്റീവ് പ്രിപ്പോസിഷൻ ഉണ്ട്? There are 7 accusative preposition. ആ 7 നമ്മൾ ഷോർട്ടാക്കി പഠിക്കാൻ എളുപ്പത്തിന് ഉണ്ടാക്കിയ ഒരു വാക്കാണ് ഗോഡ് ഫ്യൂബേ. അതിലെ ജി റെപ്രസെന്റ് ചെയ്യുന്നത് ഗേഗൻ, ഓ ഓനെ, ഡി ദൂർഷ്, എ ഫ്യോർ, യുവിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബിക്കാണ് ബീസ്, ഇക്കാണ് എൻലാങ്. താങ്ക് യു.